നീലക്കുറുക്കിൻ്റെ കഥ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ട്. മുമ്പ് കേട്ടിട്ടുള്ളവരെ ഓർമ്മിപ്പിക്കാനും പുതുതായി അവരുടെ അറിവിലേക്കും വേണ്ടി ഒന്നുകൂടെ ഒന്ന് പറയുന്നു. പണ്ട് ഒരു കാട്ടിലൊരു കുറുക്കനുണ്ടായിരുന്നു. കുറുക്കൻ ഒരു ദിവസം ഇര തേടി ഇങ്ങനെ നടക്കവേ വഴിതെറ്റി ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. ഇതിനിടെ അബദ്ധത്തിൽ കുറുക്കൻ ഒരു അലക്കുകാരൻ്റെ തൊട്ടിയിൽ വീണ് കുറുക്കൻ്റെ ദേഹമാകെ നീല നിറമായി. ഇതറിയാതെ കുറുക്കൻ തിരിച്ചു കാട്ടിലേക്ക് മടങ്ങി. കുറുക്കൻ്റെ ഈ കോലം കണ്ട് മൃഗങ്ങളൊക്കെ ഭയന്നുപോയി. വേറെ ഏതോ ഒരു ജന്തു കാട്ടിൽ പുതുതായിട്ട് വന്നു എന്നുള്ള രീതിയിൽ അവർ ഭയന്നു. കുറുക്കൻ ഇത് ഒരു അവസരമായിട്ടെടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പുതിയ രാജാവാണ്, നിങ്ങൾ എനിക്ക് സേവ ചെയ്യണം. അങ്ങനെ കുറച്ച് നാൾ കുറുക്കൻ മറ്റു മൃഗങ്ങളെ പറ്റിച്ച് രാജാവായി കഴിഞ്ഞുകൂടി. ഒരു ദിവസം സിംഹാസനത്തിലിരിക്കവേ ദൂരെ എവിടെ കുറുക്കന്മാരുടെ സംഘം ഓരിയിടുന്നത് കേട്ടപ്പോൾ ഈ കുറുക്ക അറിയാതെ കൂവിപ്പോയി. ചുറ്റും കൂടിയിരുന്ന മറ്റു മൃഗങ്ങൾ ഇദ്ദേഹത്തിൻ്റെ തനിനിറം തിരിച്ചറിയുകയും ആട്ടിപ്പായിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കഥ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഇന്നലത്തെ ഒരു പരാമർശം പെട്ടെന്ന് ഈ നീലക്കുറുക്കൻ്റെ കഥയാണ് ഓർമ്മിപ്പിച്ചത്. അടുത്തിടെയായി ഊണിലും ഉറക്കത്തിലും താൻ ഇടതുപക്ഷമാണ്, നെഹ്റുവിയൻ ലെഫ്റ്റാണെന്നൊക്കെ പറയുന്ന പ്രതിപക്ഷ നേതാവിന് രാജ്യത്തെ 30 കോടിയോളം കർഷകരും തൊഴിലാളികളും ബഹുജനങ്ങളും വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന എല്ലാവരും അണിചേർന്ന പണിമുടക്ക്, അതിനെതിരെ സതീശൻ എന്തിനാണ് ഈ പണിമുടക്ക്, കേരളത്തിൽ മാത്രം എന്തിനാണ് ഈ പ്രഹസനം എന്ന മുന്നിലാണ് സതീശൻ്റെ രോഷം കൊള്ളൽ. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം അടക്കം ACC പ്രസിഡൻ്റ് അടക്കം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം പിന്തുണച്ച പണിമുടക്കാണ് രാജ്യത്ത് നടന്നത്. ഈ പണിമുടക്കിനെയാണ് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തള്ളിപ്പറഞ്ഞത്. എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്നുള്ള മട്ടിലാണ് സതീശൻ്റെ പ്രതികരണം. ഇത് BJPക്ക് ഒത്താശ ചെയ്യാൻ വേണ്ടി അല്ലാതെ മറ്റെന്ത് ഉദ്ദേശമാണ് അദ്ദേഹത്തിനുള്ളതെന്ന് സ്വാഭാവികമായും നാം ആലോചിച്ചു പോകും. പക്ഷേ ഇതിൽ അത്ഭുതമില്ല. കാരണം നമ്മുടെ മുമ്പിൽ 2024 തുടക്കത്തിൽ കേരളത്തിനെതിരെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സാമ്പത്തിക ഉപരോധം, ഇതിനെതിരെ ഡൽഹിയിൽ കേരളത്തിൽ നിന്നുള്ള എല്ലാ MLAമാരുടെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും സംയുക്ത സമരം നടത്താമെന്നുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചു. അതിൽ പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണമായ സഹകരണം അഭ്യർത്ഥിച്ചു. ഇതേ വിഷയത്തിൽ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ കർണാടകത്തിൽ നിന്നുള്ള കോൺഗ്രസ് സർക്കാർ അവിടുത്തെ മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ സമരം നടത്തിയതിൻ്റെ അടുത്ത ദിവസമാണ് കേരളത്തിൻ്റെ സമരം നിശ്ചയിച്ചത്. ഇതിൽ പങ്കെടുക്കാതെ മാറി നിന്ന കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ അനുഭവം നമുക്കറിയാം. ഡൽഹിയിൽ നടന്ന സമരത്തിൽ ഇന്ത്യ കൂട്ടായ്മയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുത്തു. കേരളത്തിൻ്റെ ആവശ്യത്തോട് അവർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ആ സമരത്തെ തള്ളിപ്പറയുകയാണ് വി ഡി സതീശൻ സംഘവും ചെയ്തത്. മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലത്തെ ESI മെഡിക്കൽ കോളേജിൻ്റെ വിഷയം വന്നു. ഈ മെഡിക്കൽ കോളേജ് വിഷയത്തിലും BJP സർക്കാരിൻ്റെ കേരളത്തിലുള്ള വഞ്ചനയാണ് അതിലും പ്രകടമായത്. ESI ബോർഡ് യോഗം തീരുമാനമെടുത്ത് 6 മാസം കഴിഞ്ഞിട്ടാണ് സംസ്ഥാന സർക്കാരിനോട് മെഡിക്കൽ കോളേജ് തുടങ്ങാൻ വേണ്ട സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത്, എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത്. അത് ദിവസങ്ങൾക്കകം അതിൻ്റെ പരിശോധന നടത്തി സംസ്ഥാന സർക്കാർ നടപടി പൂർത്തീകരിച്ചെങ്കിലും തുടർ പ്രതികരണം ESIയുടെ ഭാഗത്തു നിന്നുണ്ടായ തുടർ പ്രതികരണം അവർ നടത്തിയിട്ടില്ല. ഈ മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ട എന്തൊക്കെ സൗകര്യങ്ങൾ വേണ്ട എന്നുള്ള റിപ്പോർട്ട് എടുക്കാൻ തയ്യാറായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മേൽ കുറ്റം ചുമത്തി കേരളത്തിലെ LDF സർക്കാരിനെ താറടിച്ച് കാണിക്കാനാണ് കഴിഞ്ഞ ദിവസം കൊല്ലം MP പാർലമെൻറ്റിൽ ശ്രമിച്ചത്. ഇത് തുടർച്ചയായൊരു സംഭവമാണ്. സിൽവർ ലൈൻ വിഷയത്തിൽ നമുക്കറിയാം. സിൽവർ ലൈൻ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി എന്ന് വെച്ചാൽ മോഡി സർക്കാർ തന്നെ ഈ രാജ്യത്തെമ്പാടും അതിവേഗ അർദ്ധവേഗ ട്രെയിൻ സർവീസുകൾ വേണമെന്നുള്ള ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും പലയിടത്തും തുടങ്ങുകയും ചെയ്തു. കേരളത്തിൽ ഇന്ത്യൻ റെയിൽവേയും സംസ്ഥാന സർക്കാരും ചേർന്നുള്ള KRail എന്ന സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൽ സിൽവർ ലൈൻ എന്ന പദ്ധതി മുന്നോട്ട് വെച്ചു. ഈ പദ്ധതി തുറങ്കം വയ്ക്കാനാണ് കേരളത്തിൽ നിന്നുള്ള UDF MPമാർ ഒന്നടങ്കം പാർലമെൻറ്റിൽ ശ്രമിച്ചത്. വേറൊരു വിഷയമുണ്ട്. സംസ്ഥാന സർക്കാർ കേരളത്തിൽ നടപ്പാക്കിയ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. ഈ പദ്ധതി വിജയകരമായി പ്രഖ്യാപിച്ചതിന് അടുത്ത ദിവസം കേരളത്തിൽ നിന്നുള്ള 2 പാർലമെൻറ്റ് അംഗങ്ങൾ, UDFൻ്റെ 2 പാർലമെൻറ്റ് അംഗങ്ങൾ അവിടെ ഉന്നയിച്ച ചോദ്യം, കേരളത്തിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടപ്പാക്കി അവിടെ ഇനി പാവപ്പെട്ടവരില്ല, അതുകൊണ്ട് കേരളത്തിനുള്ള റേഷൻ വിഹിതം വെട്ടിക്കുറയ്ക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇവർ പാർലമെൻറ്റിൽ ഉന്നയിച്ചത്. ഇങ്ങനെ എല്ലാ വിഷയത്തിലും കേരളത്തിൻ്റെ താല്പര്യം ഹനിക്കുകയും BJPയുമായി ചേർന്ന് ഇന്ത്യയുടെ ഫെഡറൽ തത്വങ്ങൾ ലംഘിക്കുന്ന BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ
ഇത് കോൺഗ്രസ് ദേശീയ നേതൃത്വം തന്നെ പലതവണ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പരാതിയല്ല, ഒരു വസ്തുതയാണ്. അതിന് നേർവിപരീതമായൊരു സമീപനമാണ് കേരളത്തിലെ UDF നേതൃത്വം സ്വീകരിച്ചു വരുന്നത്. എന്തു വന്നാലും കേരളത്തിലെ കുറച്ച് BJPക്കാരുടെ വോട്ട് വേണം, അല്ലെങ്കിൽ അന്ധമായൊരു കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൻ്റെ പേരിൽ കേരളത്തിലെ LDF സർക്കാരിനെതിരെ പ്രചാരണം അടിച്ചുവിടണം. ഈ ഒറ്റ താല്പര്യത്താൽ ഇവർ കേരളത്തിനെതിരെ നിരന്തരം ഓരോ വിഷയങ്ങളിലും സംസ്ഥാന സർക്കാരിനെതിരായ നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ തുടർച്ചയാണ് പണിമുടക്ക് വിഷയത്തിലും പ്രതിപക്ഷ നേതാവിൻ്റെ ഈ സമീപനം. എന്ന് മാത്രമല്ല, ലോകം മുഴുവനുമുള്ള തൊഴിലാളികൾ പണിമുടക്കി നേടിയെടുത്ത അവകാശങ്ങൾ അനുഭവിക്കുന്ന ജനതയാണ് കേരളത്തിലുള്ളത്. കേരളത്തിൻ്റെ സാമൂഹ്യക്ഷേമ മുന്നേറ്റത്തിൽ സംഘടിത തൊഴിലാളി വർഗത്തിനും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കും മാത്രമല്ല എല്ലാ സാമൂഹിക വിഭാഗങ്ങളും നടത്തിയ നിരന്തരമായ പോരാട്ടങ്ങളുണ്ട്. ഈ പോരാട്ടങ്ങളുടെ എല്ലാം സംഭാവനയാണ് കേരള സമൂഹത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളും ഇടതുപക്ഷ സർക്കാരുകളും സ്വീകരിച്ച നടപടികളും എല്ലാം ചേർന്നാണ് കേരളത്തിൽ മെച്ചപ്പെട്ട ഒരു ജനജീവിതം സാധ്യമാക്കിയത്. ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ ഇത്രയും സുഗമമായ, ഇത്രയും ജനങ്ങൾക്ക് സമാധാനപൂർണ്ണവും വർഗീയ കാലുഷ്യമില്ലാത്തതുമായ ജീവിതം സാധ്യമല്ല. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും വർഗീയ സംഘർഷത്തിൻ്റെയും മറ്റും പേരിൽ എത്ര തൊഴിൽ ദിനങ്ങളാണ് നഷ്ടപ്പെടുന്നത്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ഇൻ്റർനെറ്റ് നിരോധനം തുടങ്ങിയ നടപടികൾ. ഇതുവഴി എത്ര തൊഴിൽ ദിനങ്ങളാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതൊന്നും പ്രശ്നമല്ല. കേരളത്തിൻ്റെ ശാന്തമായ അന്തരീക്ഷത്തെ തകർക്കാൻ നടത്തുന്ന BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രചാരണത്തിന് കൂട്ടു നിൽക്കുന്ന സമീപനമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും സംഘവും സ്വീകരിച്ചു വരുന്നത്. ഇതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് പണിമുടക്കിനെതിരായ ഇവരുടെ നിലപാട്. ഇത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ തന്നെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നീങ്ങിയിരിക്കുകയാണ്. അവർക്ക് BJPയുടെ ആശയങ്ങളെ പിന്തുണച്ചാലും വേണ്ടിയില്ല, കേരള LDF സർക്കാരിനെതിരായ ഒരു ചർച്ച സൃഷ്ടിക്കുക എന്നുള്ള ഒറ്റ അജണ്ട മാത്രം മുന്നിൽ വെച്ചാണ് നമ്മുടെ UDF നേതൃത്വം മുന്നോട്ട് നീങ്ങുന്നത്. ഇക്കാര്യത്തിലും ഇവരുടെ നിലപാട് കാണുമ്പോൾ എന്ന് മാത്രമാണ് നമുക്ക് ഈ സംഭവങ്ങളിൽ നിന്ന് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന ചിത്രം.